വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വരിക എന്ന് പറയുമ്പോൾ അതിലും വലിയ സന്തോഷം എക്സൈറ്റ്മെൻ്റ് ഒന്നും വേറെ ഇല്ല കേട്ടോ. ഇത്രയും ഫുഡ് രാവിലെ തന്നെ ഉമ്മ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഉപ്പാൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു. അവർ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും ഫുഡ്സ് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചത്. ഉപ്പാടെ 3 ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവർ എയർപോർട്ടിൽ നിന്ന് നേരെ വരുന്നതല്ലെന്ന് കരുതി നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഉമ്മ നല്ല ചിക്കൻ ബിരിയാണിയും ബീഫും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡെല്ലാം സെറ്റ് ചെയ്ത് നമ്മളവരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടോ. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഹംദാനെയും കൂടി ഇരുത്തിയിട്ടുണ്ടായിരുന്നേ. കാക്ക ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഹംദാനാണെങ്കിൽ പെട്ടെന്ന് ഫുഡ് കഴിച്ച് എണീക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇവരെ ഫുഡ് കഴിച്ച് എണീക്കാൻ നേരത്താണ് കാക്ക വന്നത്. അപ്പോൾ അവനും അവർക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഈ വിരുന്നേരൊക്കെ വീട്ടിൽ വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് 4 മണിക്ക് ഡ്യൂട്ടി കയറണമായിരുന്നു. അതുകൊണ്ട് അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അവർ ഫുഡ് കഴിച്ച് നേരെ റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് ഞാനും ഉമ്മയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ ഫുഡ് കഴിച്ച് അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ കാണുന്ന കാക്കാൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ ബേബിക്കുള്ള ഡ്രസ്സ് കൊടുത്തതാണ്. പിന്നെ അത് മാത്രമല്ല ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ചമ്മന്തിപ്പൊടി, ഇത് വരുന്ന മുന്നേ തന്നെ ഉമ്മാനോട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പോയ പിന്നാലെ തന്നെ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിലാട്ടോ വന്നത്. ഇതുവരെ ഞാനിങ്ങോട്ട് ബസ്സിന് വരാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. വെയിലില്ലാത്ത സ്ഥലം നോക്കിയിരുന്നെന്നുണ്ടെങ്കിലും വെയിൽ കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബസ് ഇറങ്ങി ഓട്ടോ കയറിയപ്പോൾ ഇതാ എന്തെന്നില്ലാത്ത ബ്ലോക്ക്. ഞാനാണെന്നുണ്ടെങ്കിൽ 4 മണിക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിലിരിക്കുകയാണ്. പക്ഷെ 4 മണിക്ക് തന്നെ കയറാൻ പറ്റി ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.